ഹായ് ഓൾ, വെൽക്കം ടു PSC റാങ്കപ്പ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ SCRT ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സിൽ സെക്കൻഡ് വേൾഡ് വാറിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയിരുന്നു. ഫസ്റ്റ് വേൾഡ് വാർ കംപ്ലീറ്റ് ചെയ്തു. ഇത് സെക്കൻഡ് വേൾഡ് വാറിനെ കുറിച്ചുള്ള അത് തുടങ്ങാനുള്ള കാരണങ്ങൾ തൊട്ടുള്ള ഭാഗമാണ്. അത് ഞാൻ ഓർഡർ ആക്കാൻ വേണ്ടിയാണ് SCRTയിൽ പല ഭാഗത്ത് കിടക്കുന്ന ഒരു ഓർഡറിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ വൈറ്റ് ബോർഡ് യൂസ് ചെയ്തത്. SCRT പോയിൻറ്റ്സ് തന്നെയാണിത്. സെക്കൻഡ് വേൾഡ് വാർ 1939 മുതൽ 45 വരെയാണ്. സെക്കൻഡ് വേൾഡ് വാറിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ പറഞ്ഞു ലീഗ് ഓഫ് നേഷൻസിൻ്റെ പരാജയമെന്ന്. വേഴ്സായ ഉടമ്പടി, ഇത് രണ്ടും നമ്മൾ പറഞ്ഞ കാര്യമാണ്. എന്നാൽ പെട്ടെന്നുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ജർമ്മനി, അതായത് ഹിറ്റ്ലർ പോളണ്ട് ആക്രമിച്ചതാണ്. അപ്പോൾ നമുക്ക് ഹിറ്റ്ലറിനെ കുറിച്ച് പറയുമ്പം ജർമ്മനിയിൽ ഹിറ്റ്ലർ ആണെങ്കിൽ അവിടെ നാസിസവും ബ്രൗൺ ഷർട്ട്സും ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഇറ്റലിയിലോ ബെന്നിറ്റോ മുസോളിനി, ഫാസിസം, ബ്ലാക്ക് ഷർട്ട്സ്. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ്. പക്ഷേ സെക്രട്ടേറിയറ്റ് OA എക്സാമിന് ഈ വർഷം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് ഫുൾ ബോക്സ് ആയിട്ട് തന്നെയാണ് ചോദിച്ചത്. ഇനി അച്ചുതണ്ട് ശക്തികളും സഖ്യശക്തികളും നമ്മൾ പറഞ്ഞിരുന്നു. അച്ചുതണ്ട് ശക്തിക്ക് ജിഗ് എന്നും സഖ്യശക്തിനെ ഞാൻ സദ്യ എന്ന് പറഞ്ഞിട്ട് ഷെഫ് എന്നും പറഞ്ഞു തന്നിരുന്നു. ചൈന, ഇംഗ്ലണ്ട്, ഫ്രാൻസ്. അപ്പോൾ ഇത് നമ്മൾ കോഡ് വെച്ച് പറഞ്ഞിരുന്നു. 1938 മ്യൂണിച്ച് ഉടമ്പടി ചെയ്തിരുന്നു ജർമ്മനിയും ഈ സഖ്യശക്തിയിൽ ഇംഗ്ലണ്ടും ഫ്രാൻസുമായിട്ട്. എന്താണ് മ്യൂണിച്ച് ഉടമ്പടി നോക്കുന്നതിന് മുമ്പ് ഒരു പ്രീണന നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഉടമ്പടി. പ്രീണന നയം എന്ന് പറഞ്ഞാൽ ഒരാളെ പ്രീതിപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. എന്തിന്? ജർമ്മനിയെ. ഇംഗ്ലണ്ടും ഫ്രാൻസിനും റഷ്യയുമായിട്ടൊരു പ്രശ്നമുണ്ട്. കാരണം യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം മുതലാളിത്ത രാജ്യവും റഷ്യ എന്നാൽ റഷ്യൻ വിപ്ലവത്തിന് ശേഷം USSR ആയപ്പോൾ അതൊരു സോഷ്യലിസ്റ്റ് രാജ്യവുമായി മാറി. അപ്പോൾ ഈ സോഷ്യലിസത്തിനെ എതിർക്കാൻ ഇംഗ്ലണ്ടും ഫ്രാൻസും ഇറ്റലിയിലെ ഫാസിസത്തെ കൂട്ടുപിടിച്ചിരുന്നു. അപ്പോൾ ജർമ്മനിയും ഇറ്റലിയും ഒരേ കക്ഷിയാണ്. അപ്പോൾ ജർമ്മനിക്ക് വേണ്ടിയിട്ട് ജർമ്മനി സുഡറ്റൻ ലാൻഡിന് മേലിൽ, ചെക്കോസ്ലോവാക്കിയയിലെ സുഡറ്റൻ ലാൻഡിന് മേലിൽ അവർക്ക് ആധിപത്യം വേണമെന്ന് പറഞ്ഞപ്പോൾ ഇംഗ്ലണ്ടും ഫ്രാൻസും അത് വിട്ടുകൊടുത്തു. പക്ഷേ ചെക്കോസ്ലോവാക്കിയനെ റഷ്യ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ടും ഫാസിസത്തിൻ്റെ അതിനെ പ്രീണിപ്പിച്ച് നിർത്താൻ വേണ്ടി മാത്രം സുഡറ്റൻ ലാൻഡ് ജർമ്മനിക്ക് വിട്ടുകൊടുത്തു. ജർമ്മനിയിൽ നാസിസമാണ്, പക്ഷേ ഇവർ പറയുന്നത് സോഷ്യലിസത്തിനെതിരായി ഫാസിസത്തെ ഉപയോഗിക്കാനാണ് ഇത് ചെയ്തതെന്നാണ്. അപ്പോൾ 1938 മ്യൂണിച്ച് ഉടമ്പടി പ്രകാരം സുഡറ്റൻ ലാൻഡ് ജർമ്മനിക്ക് കിട്ടി. 1939 സെപ്റ്റംബർ 1 ജർമ്മനി പോളണ്ട് ആക്രമിച്ചു. അപ്പോൾ സെപ്റ്റംബർ 3 സഖ്യശക്തി, ഈ പ്രീണന നയമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതെല്ലാം വിട്ടുകൊണ്ട് അവർ സെക്കൻഡ് വേൾഡ് വാർ പ്രഖ്യാപിച്ചു. 1939 സെപ്റ്റംബർ 1 പോളണ്ട് ആക്രമിച്ചു ജർമ്മനി. സെപ്റ്റംബർ 3 രണ്ടാം ലോകമഹായുദ്ധം സഖ്യശക്തികൾ പ്രഖ്യാപിച്ചു. 1939 തന്നെ ജർമ്മനി USSRമായിട്ട് അനാക്രമണ സന്ധിയിൽ ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കില്ല എന്ന്. പക്ഷേ 1941 ജർമ്മനി USSRനെ ആക്രമിച്ചു. 2 വർഷത്തിന് ശേഷം ജർമ്മനി USSRനെ ആക്രമിച്ചു. അപ്പോൾ USSR സഖ്യശക്തിയിൽ ചേർന്നു. അതുവരെയും രണ്ടാം ലോക മഹായുദ്ധത്തിൽ വരാതിരുന്ന USSR സഖ്യശക്തികളിൽ ചേർന്നു. 1941 തന്നെ ജപ്പാൻ അമേരിക്കയുടെ പേൾ ഹാർബറും ആക്രമിച്ചു. അപ്പോൾ അമേരിക്ക അതുവരേക്കും സഖ്യശക്തികൾക്ക് ആംസ് ആൻഡ് അമ്യൂണീഷൻസ് പ്രൊവൈഡ് ചെയ്യുകയായിരുന്നു. പക്ഷേ അതോടെ USA നേരിട്ട് തന്നെ യുദ്ധത്തിലേക്ക് ഇറങ്ങി. 1945 ഓഗസ്റ്റ് 9 ജപ്പാനിൽ അമേരിക്ക ലിറ്റിൽ ബോയ്, ഫാറ്റ് മാൻ എന്നീ 2 ബോംബുകൾ ഹിരോഷിമയിലും നാഗസാക്കിയിലും വർഷിച്ചു. അപ്പോൾ ഓഗസ്റ്റ് 6 ലിറ്റിൽ ബോയ് ഹിരോഷിമ, ഓഗസ്റ്റ് 9 ഫാറ്റ് മാൻ നാഗസാക്കി. ഈ യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് നിലവിൽ വന്നാണ് 1945 ഒക്ടോബർ 24 യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ UNO നിലവിൽ വന്നതെന്നാണ് 1945 ഒക്ടോബർ 24. അപ്പോൾ നമ്മൾ സെക്കൻഡ് വേൾഡ് വാറിനെ ഒരു ചെറിയ SCRTയിലെ പോയിൻറ്റ്സ് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.